ഹായ്, ഓർക്കിഡ് പ്രേമികളുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് ഫെൽനോയ്സ്. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വെറൈറ്റി കൂടിയാണ് ഫെൽനോയ്സ്. അതിൻ്റെ ഒരു കാരണം ഈസി ആയിട്ട് പ്ലാന്റ്സ് വളർത്തിയെടുക്കാനും അതുപോലെ ഫ്ലവേഴ്സിൻ്റെ കൂടുതൽ കാലം നിലനിൽക്കുന്നത് കൊണ്ടാണ്. 3 മുതൽ 4 മാസം വരെ നമ്മൾ കോമൺ ആയിട്ട് ഫ്ലവർ നിലനിൽക്കുമെന്ന് പറഞ്ഞാലും ചില മദർ പ്ലാന്റ്സ് അതിൽ കൂടുതലായിട്ട് നമുക്ക് നിലനിൽക്കലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന മദർ പ്ലാന്റ്സുകൾ കാണാം. 5 വർഷമായിട്ടുള്ള മദർ പ്ലാന്റ്സിനല്ല, അതിൻ്റെ റൂട്ട്സും അതിൻ്റെ പ്ലാന്റ്സിൻ്റെ ആ ഒരു സൈസൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇതൊരു ഫ്ലവർ പോയ സ്റ്റെമ്മാണ്. അതിൻ്റെ ഒരു നീളം കണ്ടാൽ അറിയാം നിങ്ങൾക്ക് എത്ര ഫ്ലവേഴ്സ് അതിൽ വിരിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് ഏകദേശം ഒരു പൂങ്കോലയിൽ 16 ഫ്ലവർ മുതൽ നമുക്ക് 18, 19, 24 വരെ നമുക്ക് ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ട് ഒരു പൂങ്കോലയിൽ. അതെല്ലാം പ്ലാന്റ്സിൻ്റെ മെച്യൂരിറ്റി ബേസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലവർ പോയ സ്റ്റെംസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഇത്രയും വലിയ പ്ലാന്റ്സുകൾ നമ്മൾ സെയിലിന് വെക്കുകയാണ്. നമുക്ക് ഏകദേശം ഒരു 100ഓളം പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഫ്ലവറിൻ്റെ സൈസൊക്കെ നിങ്ങൾ കാണാം, കാരണം പ്ലാന്റ്സ് അത്രയും മെച്ചുവേർഡായിട്ട് വരുന്നതാണ് ഈ സൈസെല്ലാം. ഇതുപോലത്തെ 100ഓളം പ്ലാന്റ്സ് നമുക്ക് സെയിലിനുണ്ട്. പ്ലാന്റ്സിൻ്റെ റൂട്ടും അതുപോലെ പ്ലാന്റ്സിൻ്റെ സൈസും ലീഫിൻ്റെ സൈസും ഒക്കെ നിങ്ങൾ കാണാം. പുതിയൊരു ബഡ് വരുന്നതാണ് അത്. ഓൾറെഡി നമുക്ക് 2 സ്പൈക്ക് ഉണ്ടെങ്കിലും പുതുതായിട്ട് ചെറുത് വരുന്നതാണ് അത് കണ്ടത്. അതുപോലെ എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ട് സെറ്റിലായി ഇരിക്കുന്ന പ്ലാന്റ്സുകളാണ്. നേരത്തെ പറഞ്ഞു ഒരു പൂങ്കോയിൽ കൂടുതൽ ഫ്ലവേഴ്സ് വരുന്നതിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം ഒരു സൈഡിൽ 5 ഫ്ലവറും മറുഭാഗത്ത് 4 ഫ്ലവറുമാണ് വിരിഞ്ഞിട്ടുള്ളത്. എന്നാലും നമുക്ക് ഏകദേശം ഒരു 6-7 ബഡ് വിരിയാനുള്ളതുണ്ട്. അപ്പോൾ ഫ്ലവറിൻ്റെ ലെങ്ത്തും അതുപോലെ എത്ര ഫ്ലവർ വരും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള 100ഓളം പ്ലാന്റ്സാണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത്. പലർക്കും ഇതിൻ്റെ റേറ്റിലൊക്കെ ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കും, നമ്മൾ നോർമൽ പ്ലാന്റ്സിൻ്റെ റേറ്റിൽ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ എല്ലാ പ്ലാന്റ്സും 5 വർഷത്തെ മെച്ചൂർഡ് പ്ലാന്റ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ പ്ലാന്റ്സിൻ്റെ പ്രൈസ്. ഒരു ദിവസത്തിന് 1 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ നമുക്ക് വർഷം 365 രൂപയായി. അങ്ങനെയെങ്കിൽ 5 വർഷത്തേക്ക് എത്ര രൂപ ആവും നിങ്ങൾക്കറിയാം. പ്ലസ് നമുക്കതിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസും വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സ് നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സീഡ്ലിങ്സ് ഒരുപാട് പ്ലാന്റ്സ് മേടിക്കുന്നതിന് പകരം ഇതുപോലത്തെ ഒരു പ്ലാന്റിൽ നിങ്ങൾക്ക് മേടിച്ച് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പുമായി കോൺടാക്ട് ചെയ്തിട്ട്, നമ്മുടെ ഫാം പ്രൊഡക്ഷനിലാണ് പ്ലാന്റ്സ് ഇരിക്കുന്നത്. അപ്പോൾ വേണ്ടവർക്ക് എന്ത് ചെയ്യാം, മുൻകൂട്ടി വിളിച്ചിട്ട് നേരിട്ട് വന്ന് കളക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്യാം. എല്ലാത്തിനും വാട്സപ്പുമായി കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. പ്ലാന്റ്സ് വേണ്ടവർ എന്തായാലും കൗണ്ടറിൽ വന്നിട്ട്